യുവ എഴുത്തുകാരൻ റംഷാദ് സൈബർ മീഡിയയുടെ മൂന്നാമത്തെ പുസ്തകം അൽഫിയ എന്ന പെൺകുട്ടി പുസ്തക ചർച്ച ശ്രദ്ധേയമായി. റംഷാദ് സൈബർ മീഡിയയുടെ മൂന്നാമത്തെ പുസ്തകമായ അൽമിയ എന്ന പെൺകുട്ടി പുസ്തക ചർച്ച പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ വെച്ച് നടന്നു. സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, അധ്യാപന, മാധ്യമരംഗത്തെ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. ഗായകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ സലീം കോടത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അതൊരു പ്രശസ്തിക്ക് വേണ്ടി മാത്രമല്ല, അതുകൊണ്ടൊരു മറ്റൊരു കുടുംബത്തിന് ഒരു തണലേകാൻ കഴിയുമെന്ന് കൂടി സമൂഹത്തിന് കാണിച്ചിരുന്ന റംഷാദ് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇവിടെ പ്രഗത്ഭരായ വാക്കുകൾ കൊണ്ട് തീറ്റോറുകൾ ധരിക്കുന്ന നല്ല ജനങ്ങളുള്ളപ്പോൾ ഞാൻ എല്ലാവരും രീതി സംസാരിക്കുന്നില്ല. എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ എല്ലാവിധ നന്മകളും നേരുന്നു. അൽഫിയ എന്ന പെൺകുട്ടി വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് ചേക്കരട്ടെ, ഹൃദയത്തിൽ സ്ഥാനം പിടിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവരും പ്രഗ്ലേഷ് ശോഭ ചർച്ചയിൽ മോഡറേറ്ററായി. പുസ്തകത്തിന്റെ പ്രമേയവും തുടർ പ്രവർത്തനവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. മോട്ടിവേഷൻ ട്രെയിനർ റസാൻ നിസാമി, എഴുത്തുകാരൻ റഹീസ് പാറഞ്ചേരി, അധ്യാപകരായ ഷൈനി, ബൽക്കീസ്, മാധ്യമപ്രവർത്തകൻ രമേശ് അമ്പാരത്ത്, കവി ഹക്കീം വെളിയത്ത് എന്നിവർ വിഷയത്തിൽ അധിഷ്ഠിതമായി സംവദിച്ചു. പുസ്തകത്തിന്റെ പ്രമേയവുമായി ഉയർന്ന ആശങ്കകളും ചോദ്യങ്ങൾക്കും രചയിതാവ് മറുപടി നൽകി. ഒരു പുസ്തകം വെളിച്ചം കാണണമെങ്കിൽ അൽഫ ലെവലിലേക്ക് മനസ്സെത്തുന്ന ആളുകൾക്ക് അത് എഴുതാൻ കഴിയും. അൽഫ ലെവലിലേക്ക് മനസ്സെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ അത്രയും റിലാക്സ് മൂഡിലേക്ക് കൊണ്ട് എത്തിച്ചിട്ട് നമ്മുടെ ചിന്തകളെ ഷാർപ്പായിട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വിരലുകളിലേക്ക്, വിരൽ തുമ്പുകളിലേക്ക് വരുമ്പോഴാണ് ഒരു പുസ്തകം നമുക്ക് മുന്നിൽ പ്രകാശമായിട്ട്, അക്ഷരങ്ങളായിട്ട്, ഉപദേശങ്ങളായിട്ട്, സന്തോഷങ്ങളായിട്ട്, ഓർമ്മകളായിട്ട് രൂപപ്പെടുന്നത്. പുസ്തകം പ്രസിദ്ധീകരിച്ചു വിൽപ്പന നടത്തുകയും അതിലെ ലാഭവിഹിതം നിർധനരായ പെൺകുട്ടികളെ കല്യാണത്തിന് നൽകുകയും ചെയ്തത് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചവർ മുക്തഖണ്ഡം പ്രശംസിച്ചു. പുസ്തകത്തിന്റെ മൂന്നാമത്തെ പതിപ്പിന്റെ ഉദ്ദേശലക്ഷ്യം മനസ്സിലാക്കി സോനാരെ വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച തുക കൂട്ടായ്മ പ്രതിനിധി അറമുഖൻ സോനാരെ റംഷാദ് സൈബർ മീഡിയയ്ക്ക് കൈമാറി. സൈബർ മീഡിയ പ്രതിനിധികളായ സുനിത ജയരാജ് സ്വാഗതവും അർഷിത നന്ദിയും പറഞ്ഞു.